ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, നിങ്ങൾ എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകൾ അപ്ലൈ ചെയ്തിട്ടും നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ഒരു പ്രോഗ്രസ് ഇല്ല, അല്ലെങ്കിൽ റിസൾട്ട് ഡിലേ ആയിക്കൊണ്ടിരിക്കുന്നു, അങ്ങനെ ഒരു വിഷമകരമായിട്ടുള്ള സിറ്റുവേഷനിലാണോ നിങ്ങൾ? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എന്ത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും? എങ്ങനെ ഈസി ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. വീഡിയോ മുഴുവനായിട്ടും കാണുക, എങ്കിൽ മാത്രമേ നിങ്ങളുടെ എക്സാക്റ്റ് ഇഷ്യൂ എന്താണ്, നിങ്ങൾ വരുത്തുന്ന മിസ്റ്റേക്ക് എന്താണ്, എന്ത് മാറ്റം വരുത്തി കഴിഞ്ഞാലാണ് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഒന്ന് ക്ഷമ കാണിക്കുക. ഇപ്പോൾ ഫ്രീ അല്ലെങ്കിൽ ഫ്രീ ആവുന്ന സമയത്ത് വീഡിയോ മുഴുവനായിട്ടും കാണുക. ഈ ടോപ്പിക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാലും വിഷ്വലൈസേഷൻ ചെയ്ത് കഴിഞ്ഞാലും പെട്ടെന്ന് റിസൾട്ട് കിട്ടിക്കൊള്ളണം എന്നില്ല. അത് പറയാനുള്ള കാരണം, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വായ കൊണ്ട് അഫർമേഷൻ പറഞ്ഞാൽ പോരാ. അതുപോലെ തന്നെ വിഷ്വലൈസേഷൻ ചെയ്യുന്ന സമയത്ത് വെറുതെ മനസ്സിൽ ഇങ്ങനെ ആ ഒരു വിഷ്വൽ കണ്ടാൽ പോരാ. നേരെ മറിച്ച് അത് ചെയ്യുന്ന സമയത്ത് മനസ്സറിഞ്ഞുകൊണ്ട് എന്താണ് അതിൻ്റെ മീനിങ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായി നിങ്ങളുടെ 5 സെൻസസ് വെച്ച് ഫീൽ ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. അപ്പോൾ ഇന്ന് ഈ നിമിഷം മുതൽ നിങ്ങൾ എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ, അത് എക്സ്ബാക്ക് ആണെങ്കിലും, റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റേഷൻ ആണെങ്കിലും, ഒരു ഡ്രീം മാനിഫെസ്റ്റേഷൻ ആണെങ്കിലും, നിങ്ങളുടെ കരിയറിൽ എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിലും, എന്തെങ്കിലും നേടാനാണെങ്കിലും ഒക്കെ, നിങ്ങൾ അഫേം ചെയ്യുന്ന സമയത്തും വിഷ്വലൈസേഷൻ ചെയ്യുന്ന സമയത്തും മറന്നു പോകരുത് അത് മാക്സിമം ഫീൽ ചെയ്യാൻ. ഫീൽ ചെയ്തുകൊണ്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് മാനിഫെസ്റ്റേഷൻ നടക്കത്തുള്ളൂ. കാരണം നമ്മുടെ തോട്ടിന് ഒരു എനർജി ഉണ്ട്, ഒരു വൈബ്രേഷണൽ ഫ്രീക്വൻസി എന്നൊക്കെ ആ യൂണിവേഴ്സൽ ലോയുടെ ആ ഒരു ലാംഗ്വേജിൽ പറയുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ പറയാം. ഫ്രീക്വൻസി എന്നൊക്കെ നമ്മൾ പറയും. അത് നമ്മളിൽ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ വെറുതെ വാക്കുകൾ ഉപയോഗിച്ചാൽ മാത്രം പോരാ, അത് ഫീൽ ചെയ്യുക കൂടി ചെയ്യണം. ആ ഒരു എനർജിയാണ്, ആ ഒരു ഫ്രീക്വൻസിയാണ് മാനിഫെസ്റ്റേഷന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഐഡിയ കിട്ടിയോ? ഇത്രയേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ നന്നായിട്ട് ഫീൽ ചെയ്തിട്ട് അഫേം ചെയ്യുക, അതേപോലെ തന്നെ വിഷ്വലൈസേഷൻ ചെയ്യുക. അപ്പോൾ ആ മിസ്റ്റേക്ക് വരുത്തുന്നുണ്ടെങ്കിൽ അതൊന്ന് തിരുത്തി കൊടുക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഉള്ളിൽ കുറേ ഇമോഷൻസ് ഉണ്ടായിരിക്കും. ആ ഇമോഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യണം. ഇമോഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നുന്ന ആ ഒരു ഫീല് തന്നെയാണ്. ഇപ്പം ചില ആളുകൾ പല ടെക്നിക്കുകൾ അപ്ലൈ ചെയ്യുന്ന സമയത്തും ഭയങ്കര വിഷമത്തിലായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര ആങ്സൈറ്റി ആയിരിക്കും, അല്ലെങ്കിൽ അൺഹാപ്പി ആയിട്ടായിരിക്കും എപ്പോഴും മുന്നോട്ട് പോകുന്നുണ്ടാവുക. ഒരു ഡെസ്പായിട്ട് അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ മോഡിലൊക്കെ ആയിരിക്കും നമ്മൾ ഇരിക്കുന്നുണ്ടാവുക. ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നടന്നിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും അതെന്നെ ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവാം. അപ്പം അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ക്യാരി ചെയ്യുന്ന ആ ഒരു ഇമോഷൻസ് നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾ ആ നെഗറ്റീവ് ഇമോഷൻസിനെ തന്നെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വറീസ് ആണെങ്കിൽ വറീസ് തന്നെ അട്രാക്ട് ചെയ്യുന്നു, ആങ്സൈറ്റി ആണെങ്കിൽ ആങ്സൈറ്റി തന്നെ അട്രാക്ട് ചെയ്യുന്നു, അൺഹാപ്പിനെസ് ആണെങ്കിൽ അത് തന്നെ അട്രാക്ട് ചെയ്യുന്നു. നേരെ മറിച്ച് പോസിറ്റീവായിട്ടുള്ള രീതിയിൽ റിസൾട്ട് കിട്ടാനും നമ്മൾ ഹാപ്പി ആവാനും നമ്മുടെ ഉള്ളിൽ നമ്മൾ ക്യാരി ചെയ്യേണ്ട ഇമോഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ജോയ്, ഹാപ്പിനെസ് എന്നൊക്കെ പറയാം. സന്തോഷം തന്നെയാണ്. അത് നമുക്ക് ആ വ്യക്തി ഉണ്ടെങ്കിലേ നമുക്ക് സന്തോഷിക്കാൻ പറ്റൂ, അങ്ങനെയല്ല. ഇപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കേസിലാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഡ്രീം മാനിഫെസ്റ്റേഷൻ്റെ കേസിലാണെങ്കിൽ, ആ ലക്ഷ്യം കിട്ടിക്കഴിഞ്ഞാലേ ഞാൻ ഹാപ്പി ആവുള്ളൂ, അതുവരെ സ്ട്രഗിളാണ്, അതുവരെ ദുഃഖമാണ്, അങ്ങനെ ചിന്തിക്കുകയല്ല. നമ്മൾ അത് നേടിയാലും അച്ചീവ് ചെയ്താലും, അല്ലെങ്കിൽ ആ വ്യക്തി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ നമ്മുടെ ഹാപ്പിനെസ് കണ്ടെത്താൻ നമുക്ക് സാധിക്കണം. വിത്തൗട്ട് ദം, അവരില്ലാതെ തന്നെ, അല്ലെങ്കിൽ ആ ഒരു വസ്തു നമ്മൾ ആഗ്രഹിക്കുന്ന, സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന, അത് നേടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഹാപ്പി ആവാനായിട്ട് സാധിക്കണം. അപ്പം അതിനെന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, നമ്മുടെ ഹോബീസിലൊക്കെ കുറച്ച് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക. അപ്പം നമുക്ക് സന്തോഷം ഉണ്ടാവും. നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് മിങ്കിൾ ചെയ്യുക, പോസിറ്റീവായിട്ടുള്ള ആളുകളുമായിട്ട് കൂട്ടുകൂടുക, അവരുമായിട്ട് സംസാരിച്ചിരിക്കുക, നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുക, എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റുകളിൽ ഏർപ്പെടുക, സിനിമ കാണുക, അല്ലെങ്കിൽ കോമഡി കാണുക. അല്ലാതെ നമ്മൾ
ഒരു സാഡായിട്ട് ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്, കുറേ അഫർമേഷൻ ചെയ്യുന്നുണ്ട്, കുറേ വിഷ്വലൈസേഷൻ ചെയ്യുന്നുണ്ട്, അതേ സിറ്റുവേഷനിൽ തന്നെ പോയിട്ട് കുറേ സാഡ് സോങ്സ് കേട്ടിട്ട് ഭയങ്കര വിഷമത്തിൽ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമുണ്ടോ? മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ക്യാരി ചെയ്യുന്ന ഇമോഷൻസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? നെഗറ്റീവ് ആണെങ്കിൽ അത് അട്രാക്റ്റ് ചെയ്യും, പോസിറ്റീവ് ആണെങ്കിൽ അതായിരിക്കും അട്രാക്റ്റ് ചെയ്യാം. അപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് ഹാപ്പിനെസ് ആണ്, ഗ്രാറ്റിറ്റ്യൂഡാണ്. ഇത് രണ്ടും നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇമോഷൻസ് മാക്സിമം പോസിറ്റീവ് ആക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഗ്രാറ്റിറ്റ്യൂഡാണ്. കൂടുതൽ കൃതജ്ഞതയുള്ള വ്യക്തിയായി മാറുക. ഇപ്പം 2 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു. ഒരു കാര്യം കൂടി എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനുണ്ട്. അതുകൂടി പറഞ്ഞതിന് ശേഷം ഞാൻ ഇതിനെല്ലാം കൂടിയിട്ട് കുറച്ച് സൊല്യൂഷൻസ് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. അപ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ സൊല്യൂഷൻ കൂടി എന്താണെന്ന് മനസ്സിലാക്കാനും അത് ചെയ്യാനും സാധിക്കത്തുള്ളൂ. ഓക്കെ, ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് സൊല്യൂഷൻ. അതിനു മുമ്പ് നിങ്ങൾ വളരെ ഡൗൺ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ്, നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ഇല്ലാതെ അല്ലെങ്കിൽ ഒരാൾ സഹായിക്കാതെ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് ഞങ്ങൾ തരാം. എന്തെങ്കിലും റിലേഷൻഷിപ്പിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ പോവുകയാണെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹം നേടാൻ വേണ്ടിയിട്ടാണെങ്കിലും ഒക്കെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാം. സപ്പോർട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, പലരും വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് 2 കാര്യങ്ങളിലാണ്. ഒന്ന് ഹൗ, എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യും, മറ്റൊന്ന് വെൻ, എപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യും എന്നുള്ള കാര്യത്തിലാണ്. ഹൗ എന്ന് പറയുമ്പോൾ ഇതൊക്കെ ചെയ്തതുകൊണ്ട് ഇത് എങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ അവരോട് സംസാരിക്കണ്ടേ, അല്ലെങ്കിൽ ഞാനിവിടെ ഈ ടെക്നിക്കുകൾ വെച്ച് ചെയ്യുന്നത് എങ്ങനെ ആ വ്യക്തി അറിയുന്നത്, അല്ലെങ്കിൽ ഒരു വസ്തു മാനിഫെസ്റ്റ് ചെയ്യാനാണെങ്കിലും ഇപ്പം ഞാൻ ഇതിങ്ങനെ ആഗ്രഹിച്ച് നടന്നതുകൊണ്ട് കാര്യമുണ്ടോ, അത് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുമോ, പല സംശയങ്ങളും ഉണ്ടാവും. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഹൗ എന്നുള്ളതിനുള്ള ഒരു ആൻസറാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പ്രോപ്പറായിട്ട് മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അത് സ്വന്തമാക്കാൻ അല്ലെങ്കിൽ അത് നേടാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ സാഹചര്യങ്ങളും യൂണിവേഴ്സ് ഒരുക്കും. അപ്പോൾ ആ സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അതിനെ ഫോളോ ചെയ്യുക, നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എടുക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മളിവിടെ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ മിസ് ചെയ്യും, കാരണം അതിനുള്ള സാഹചര്യം അവിടെ മാനിഫെസ്റ്റ് ആകും. നിങ്ങളുടെ തോട്ടിന് പവർ ഉണ്ട്, അതിന് വൈബ്രേഷണൽ ഫ്രീക്വൻസി ഉണ്ടെന്ന് വിശ്വസിക്കുക. അപ്പോൾ ഹൗ എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള അതിനെപ്പറ്റി ഒരുപാട് ചിന്തിച്ച് നമ്മൾ ബോധേഡാവണ്ട, കാരണം അത് യൂണിവേഴ്സിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് അങ്ങോട്ട് വിട്ടുകൊടുക്കുക. നമ്മൾ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ, ആക്ടിവിറ്റീസ്, കാര്യങ്ങൾ ചെയ്തിരിക്കുക. പിന്നെ വെൻ, എന്ന്, എപ്പോൾ, എനിക്ക് പെട്ടെന്ന് കിട്ടണം, പേഷ്യൻസ് ഇല്ലാതെ ഒരുപാട് ആൾക്കാർ ധൃതി കാണിക്കുന്ന കാണാം. എല്ലാവർക്കും റിസൾട്ട് കിട്ടിയല്ലോ, എനിക്ക് റിസൾട്ട് കിട്ടിയില്ല, എന്താണ് ഇങ്ങനെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം നിങ്ങളോട് പറയാനുള്ളത് പേഷ്യൻസ് കാണിക്കുക. എത്രത്തോളം പേഷ്യൻസ് ഉണ്ടോ അത്രത്തോളം നമുക്ക് വിശ്വാസം ഉണ്ടാവും, അത്രത്തോളം നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് മാനിഫെസ്റ്റ് ആകും. അപ്പോൾ എപ്പോൾ എന്നുള്ളൊരു കാര്യത്തിൽ കൂടുതലായിട്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഹൗ എന്നുള്ളതും എപ്പോൾ, വെൻ എന്നുള്ളതും നമ്മൾ അത് യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക. എന്ന് പറഞ്ഞാൽ നിങ്ങൾ വർഷങ്ങളോളം കാത്തിരിക്കണം എന്നല്ല പറയുന്നത്. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ, നിങ്ങൾ മാക്സിമം ആക്ടിവിറ്റീസ് ചെയ്യുന്നത് ഫീൽ ചെയ്തിട്ടാണെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ ക്യാരി ചെയ്യുന്ന ഇമോഷൻസ് പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് പറയുന്നത്. അപ്പോൾ ഈ മിസ്റ്റേക്കുകൾ വരുത്താതിരിക്കുക. നിങ്ങൾ നിങ്ങളെ ഒന്ന് കൺട്രോൾ ചെയ്യുക. ഓക്കെ, എന്നിട്ട് പ്ലസ് ആക്ടിവിറ്റീസ് കൂടി ചെയ്യാം. അപ്പം മൂന്നാമത്തെ കാര്യം മനസ്സിലായല്ലോ, പേഷ്യൻസ് കാണിക്കുക, ഒരുപാട് ധൃതി കാണിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇനി ഈ 3 കാര്യങ്ങളും ഈസി ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ വേണ്ടിയിട്ടും പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 അഫർമേഷൻസ് പറഞ്ഞുതരാം. ഈ 3 പോയിന്റുമായിട്ട് കണക്റ്റഡ് ആണിത്. ഓക്കെ, ഒന്നാമത്തെ അഫർമേഷൻ എന്ന് പറയുന്നത്, ഞാൻ അഫർമേഷൻ ചെയ്യുന്ന സമയത്തും വിഷ്വലൈസേഷൻ ചെയ്യുന്ന സമയത്തും എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തേത്, എൻ്റെ ലൈഫിൽ എനിക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഞാൻ നന്ദിയുള്ളവനാണ് അല്ലെങ്കിൽ നന്ദിയുള്ളവളാണ് എന്നുള്ള രീതിയിലാണ് പറയേണ്ടത്. പുരുഷനാണെങ്കിൽ നന്ദിയുള്ളവനാണെന്ന് പറയുക, സ്ത്രീയാണ് പറയുന്നതെങ്കിൽ നന്ദിയുള്ളവളാണ് എന്നുള്ളത് പറയാം. ഓക്കെ, ഇനി മൂന്നാമത്തെ അഫർമേഷൻ എന്ന് പറയുന്നത്, ഞാൻ ആഗ്രഹിക്കുന്ന സമയത്ത് എനിക്ക് ദൈവം നൽകുന്നു എന്നുള്ളതാണ്. മനസ്സിലായോ? ഈ 3 അഫർമേഷൻസ് നിങ്ങൾ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയ രീതിയിലുള്ള ബ്ലോക്കുകളൊക്കെ മാറും.
എന്നിട്ട് നിങ്ങൾ ആക്ടിവിറ്റീസ് കൂടി ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം നിങ്ങൾ ഒരാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്, ആ വ്യക്തി നിങ്ങളെ കൂടുതൽ ചേസ് ചെയ്യണം, ആ വ്യക്തി നിങ്ങളുടെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു അഡീഷണൽ ടിപ്പ് കൂടി ഞാൻ പറഞ്ഞുതരാം, ഒരു പവർഫുൾ അഫർമേഷൻ. അത് വേണ്ട ആളുകൾ ഈ പേജ് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാം. ഇപ്പോൾ യൂട്യൂബിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനലൊന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന അല്ലെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇടുക, ചേസിങ് അഫർമേഷൻ എന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അയച്ചു തരാം. ആ അഫർമേഷൻ എല്ലാ ദിവസവും രാവിലെ എണീറ്റ ഉടനെ നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു 5 മിനിറ്റ് മനസ്സിലിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുക. അതൊരു തുടർച്ചയായിട്ട് 21 ദിവസം ചെയ്യുക. എങ്കിൽ ആ വ്യക്തി നിങ്ങളെ ചേസ് ചെയ്യുന്നതായിരിക്കും. ഒരു ടെൻഷനും വേണ്ട. പിന്നെ നേരത്തെ പറഞ്ഞ 3 അഫർമേഷൻസ് രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി. എഴുതാൻ താല്പര്യമുള്ള ആളുകൾക്ക് എഴുതാം, പറയാനാണ് താല്പര്യമെങ്കിൽ പറയാം. എഴുതുകയാണെങ്കിൽ ഓരോ അഫർമേഷൻസും 10 ടൈംസ് വീതം എഴുതുക. പറയുകയാണെങ്കിൽ ഒരു 5 മിനിറ്റ്സ് മനസ്സിലിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാൽ മതി 3 അഫർമേഷൻസും, എന്നിട്ട് കിടന്നുറങ്ങുക. അപ്പോൾ അത് രാത്രി ചെയ്യുക. ചേസിങ് അഫർമേഷൻ മോർണിംഗിൽ ചെയ്യുക. ചേസിങ് അഫർമേഷൻ വേണ്ട ആളുകൾ മുകളിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ഇട്ടോ, മറക്കണ്ട. ഓക്കെ. പിന്നെ അഡീഷണലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ, റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ ഇപ്പം തന്നെ വിളിച്ചോ. എന്നിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യുക, അതിനുള്ള സൊല്യൂഷൻ പറഞ്ഞുതരാം. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്